നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദളപതി വിജയ് തമിഴ്നാടിന്റെ തലവനായി സ്ഥാനാരോഹണം നടത്തുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം. തമിഴക വെട്രിക്കഴകം എന്ന കേവലം 2 വർഷം പോലും പ്രായമില്ലാത്ത തന്റെ പാർട്ടിയുമായി മൊത്തം 108 സീറ്റുകളിലാണ് ടീം വിജയ് വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നത്. ഈ പാർട്ടിയിലൂടെ MLA ആകുന്നവരിൽ വിജയുടെ ഡ്രൈവറുടെ മകൻ മുതൽ സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ വരെയുണ്ട്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്നും ഇടതു പാർട്ടികളും VCKയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് TVK. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇതിനിടെ വിജയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്ന് ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കിയതും വെല്ലുവിളിയായിട്ടുണ്ട്. വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ DMK പിന്തുണയോടെ AIADMK സർക്കാരിനുള്ള ചർച്ചകളും സജീവമാണ്. വിജയ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ താരത്തിന്റെ വീട്ടിലുണ്ടായ ആഹ്ലാദ പ്രകടനങ്ങൾ ജനം കണ്ടത് തന്നെയാണ്. ബന്ധുക്കൾ സന്തോഷം കൊണ്ട് കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്തിരുന്നു. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ, അമ്മ ശോഭ ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പം മറ്റു ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു. ബന്ധുക്കൾ നൽകിയ അഭിമുഖമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിജയുടെ തിളക്കമാർന്ന വിജയത്തിലെ സന്തോഷം ഇവർ പങ്കുവച്ചു. ശോഭ ചന്ദ്രശേഖറിന്റെ സഹോദരങ്ങളുടെ മക്കളാണിവർ. വിജയ് അണ്ണൻ വന്നപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി. അച്ഛനും അമ്മയ്ക്കും വിജയ് അണ്ണനും ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കട്ടെ എന്ന് കരുതി. ഞങ്ങളെ കാണാൻ അണ്ണൻ റൂമിലേക്ക് വന്നു. മാമനാണ് വിജയ് അണ്ണനെ വീട്ടിലേക്ക് സ്വീകരിച്ചത്. അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും മാത്രമാണ് ഞങ്ങൾ കേട്ടത്. അച്ഛാ, നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞതെന്നും ഇവർ ഓർത്തു. വളരെ ചെറിയ പ്രായത്തിലെ രാഷ്ട്രീയ സ്വപ്നം അണ്ണന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം നേടിയത്. വിവാദങ്ങൾ അദ്ദേഹം നേരിടുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും ബന്ധുക്കൾ പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇവരുടെ പരാമർശം. അഭിമുഖത്തിന് താഴെ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. ബന്ധുക്കൾ വീട്ടിലുണ്ട്, എന്നാൽ വിജയുടെ ഭാര്യ സംഗീതയും മക്കളും എവിടെയെന്നാണ് മിക്കവരുടെയും ചോദ്യങ്ങൾ. വിജയെ കാണാൻ നടി തൃഷ വീട്ടിലെത്തിയതും വാർത്തയായതാണ്. നിയമപരമായി ഇപ്പോഴും വിജയുടെ ഭാര്യയാണ് സംഗീത. 2 പതിറ്റാണ്ടിലേറെ വിജയുടെ ഭാര്യയായി ജീവിച്ച സംഗീതയെ എത്ര എളുപ്പത്തിൽ വിജയുടെ കുടുംബം അവഗണിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. മക്കളും വിജയിൽ നിന്ന് അകലം പാലിക്കുകയാണ്. മകൻ ജെയ്സൺ സഞ്ജയ് വിജയോട് സംസാരിക്കാറ് പോലുമില്ലെന്നാണ് വിവരം. സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ഒരു നടിയുമായുള്ള വിജയുടെ ബന്ധമാണ് തന്റെ വിവാഹബന്ധം തകരാൻ പ്രധാന കാരണമായി സംഗീത പറയുന്നത്. തന്നെ പൂർണ്ണമായും വിജയ് അവഗണിച്ചെന്നും സംഗീത ആരോപിക്കുന്നുണ്ട്. അകന്ന ശേഷം തനിക്ക് സാമ്പത്തിക യാത്രാവിലക്കുകൾ ഉണ്ടായി. മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങൾ കുറഞ്ഞു. പ്രശ്നങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ് ഒഴിഞ്ഞു മാറി. നടിയുമായുള്ള ബന്ധം നിർത്തുമെന്ന് പറഞ്ഞിട്ടും ഇത് തുടർന്നുകൊണ്ടിരുന്നുവെന്നും സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് വരുന്നതിൽ ഒരു പറ്റം ജനങ്ങൾക്കുള്ള ആശങ്കയ്ക്ക് കാരണം താരത്തിന്റെ വ്യക്തി ജീവിതമാണ്. 27 വർഷം കൂടെ ജീവിച്ച ഭാര്യയോടില്ലാത്ത ആത്മാർത്ഥത വിജയ്ക്ക് തമിഴ് ജനതയോടുണ്ടാകുമോ എന്നാണ് ചോദ്യങ്ങൾ. ഗോസിപ്പുകൾ കാക്കം കൂട്ടുന്ന തരത്തിലാണ് തൃഷയുടെ പ്രവൃത്തികളും. എന്നാൽ വിജയ് സംഗീത പ്രശ്നം കുറെ കാലം മുൻപ് കഴിഞ്ഞതാണെന്നും വീണ്ടും ആ വിഷയം എടുത്തിട്ടതിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം SA ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. സംഗീത ആവശ്യപ്പെടുന്ന ജീവനാംശം നൽകാൻ വിജയ് തയ്യാറല്ലെന്നാണ് വിവരം. അമ്മയെ ചതിച്ച അച്ഛനിൽ നിന്നും അകലം പാലിക്കുകയാണ് ജെയ്സൺ. സോഷ്യൽ മീഡിയയിൽ വിജയെ അൺഫോളോ ചെയ്തു. പേരിൽ നിന്നും വിജയ് എന്ന പേര് എടുത്തു മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരം ചേർത്തു. അതേസമയം ജനനായകൻ അവസാന ചിത്രമാണെന്നും ഇനി അഭിനയിക്കുന്നില്ല എന്നുമുള്ള തീരുമാനത്തിൽ ആദ്യം ഫാൻസിന്റെ നിരാശയായിരുന്നു. അണ്ണനെ ഇനിയും സ്ക്രീനിൽ കാണണം, നല്ല ചിത്രങ്ങൾ ചെയ്യണം, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇത്ര കടുത്ത തീരുമാനം വേണ്ടിയിരുന്നോ എന്നൊക്കെയായിരുന്നു ചർച്ചകൾ. സ്വന്തമായി പാർട്ടി രൂപീകരിക്കുന്നതും പിന്നീട് അങ്ങോട്ട് സജീവമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതായിരുന്നു. രാഷ്ട്രീയം എന്ന തീരുമാനം വിജയ് ഉറപ്പിച്ചപ്പോൾ ആരാധകരും പിന്തുണ അറിയിക്കുകയായിരുന്നു. ജനലക്ഷങ്ങളായിരുന്നു അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ പിന്തുണ അറിയിച്ചത്. പാർട്ടി സമ്മേളനത്തിനിടയിലെ അപ്രതീക്ഷിത സംഭവങ്ങളും ചർച്ചയായിരുന്നു. പ്രതിയോഗികൾ ഇതും ആയുധമാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വിവാഹേതര ബന്ധമാണോ ഈ വിജയത്തിന് കാരണമെന്നായിരുന്നു പരിഹാസം. പ്രണയവിവാഹത്തിലൂടെ ഒന്നായവരാണെങ്കിലും വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത രംഗത്ത് വന്നത് വിവാദമായിരുന്നു. പരസ്ത്രീ ബന്ധമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ നേരത്തെ തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞതാണ്. ഇനിയൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു ഉറപ്പ് തന്നതെന്നായിരുന്നു സംഗീതയുടെ പ്രതികരണം. ഞങ്ങൾ ആഗ്രഹിച്ച വിജയം എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ആരാധകർ പറഞ്ഞത്. സിനിമാ മേഖലയിലുള്ളവരെ അദ്ദേഹത്തിന്റെ വിജയം ആഘോഷമാക്കിയിരുന്നു. അഴിമതിയില്ലാ ഭരണമാണ് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു കമന്റുകൾ. ഈ ഒരു മാറ്റം ആഗ്രഹിച്ചതെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തലുകൾ. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം അറിയാനായുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. രാഷ്ട്രീയത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ വന്ന വിജയ് കിരീടം ചൂടിയിരുന്നു വിജയ്.
അഭിനയ ജീവിതത്തിലെ വിജയങ്ങളും വമ്പിച്ച രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. പൊതുവെ എല്ലായിടത്തും ആക്റ്റീവായി കാണുന്ന അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. വ്യത്യസ്ത മതവിഭാഗക്കാരായ ചന്ദ്രശേഖറും ലതയും പ്രണയവിവാഹത്തിലൂടെയായിരുന്നു ഒന്നിച്ചത്. വിജയിന് ശേഷമായി ഇവർക്കൊരു മകൾ പിറന്നിരുന്നു. വിദ്യ എന്നായിരുന്നു പേര്. 2 വയസ്സുള്ളപ്പോഴായിരുന്നു വിദ്യയുടെ മരണം. അനുജത്തിയുടെ മരണം വിജയെ വല്ലാതെ ബാധിച്ചിരുന്നു. അതോടെയായിരുന്നു അധികം ആരോടും സംസാരിക്കാതെ അന്തർമുഖനായി മാറിയത്. സ്കൂൾ കാലഘട്ടത്തിൽ അധികം ആരോടും സംസാരിക്കാറില്ലായിരുന്നു അദ്ദേഹം. പിന്നീടാണ് അഭിനയ വഴിയെ നീങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് അച്ഛനോട് പറയുന്നത്. സിനിമാക്കാരനായ അച്ഛൻ മകനെയും പരിചയപ്പെടുത്തിയെങ്കിലും ആ വരവിന് അത്ര നല്ല സ്വീകരണമായിരുന്നില്ല ലഭിച്ചത്. തുടക്കം പാളിയെങ്കിലും പിന്നീട് ഹിറ്റ് ചിത്രങ്ങളിലൂടെ തന്നെ അടയാളപ്പെടുത്തുകയായിരുന്നു വിജയ്. ഒന്നിനു പിന്നാലെ ഒന്നായി ഹിറ്റ് ചിത്രങ്ങൾ വന്നതോടെ തമിഴകത്തിന്റെ ഇളയ ദളപതിയായി മാറുകയായിരുന്നു അദ്ദേഹം. ആക്ഷൻ രംഗങ്ങളും ഡയലോഗുകളും ഡാൻസും ഒക്കെയായി വിജയ് സ്റ്റൈൽ ശ്രദ്ധേയമാവുകയായിരുന്നു. ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയങ്ങൾ നിലനിർത്തിയതോടെ അദ്ദേഹത്തിന്റെ പ്രതിഫലവും കുത്തനെ ഉയരുകയായിരുന്നു. കരിയറിൽ ഹിറ്റ് ചിത്രങ്ങളുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റി ചവിട്ടുന്നത്. ആദ്യം ആശങ്കയായിരുന്നുവെങ്കിലും ആ തീരുമാനം മികച്ചതെന്ന് വിമർശകരെ കൊണ്ട് പോലും പറയിപ്പിക്കുകയായിരുന്നു വിജയ്. പലരും വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനെ വിമർശിച്ചിരുന്നു. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു സാഹസികത വേണമായിരുന്നോ? 2 വർഷം മുൻപ് രൂപം കൊണ്ട പാർട്ടി തെരഞ്ഞെടുപ്പിൽ എന്ത് മാജിക് സൃഷ്ടിക്കാനാണ്? 10 സീറ്റ് പോലും കിട്ടുമോ എന്ന് സംശയമാണ് എന്നിങ്ങനെ ആയിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനങ്ങൾ. കൃത്യമായ പഠനവും നല്ലൊരു മാസ്റ്റർ പ്ലാനും വിജയുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് ഭൂരിഭാഗം വരുന്ന ജനങ്ങളും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. വൈകാതെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് ചുമതലയേൽക്കും. ആ അസുലഭ നിമിഷം കാണാനാണ് തെന്നിന്ത്യ ഒട്ടാകെ കാത്തിരിക്കുന്നത്. നടന്റെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ വ്യക്തി ജീവിതവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തൃഷയുമായി വിജയ്ക്കുള്ള വിവാഹേതര ബന്ധം തന്നെയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. വിജയ് ജയിച്ച ശേഷം നടനൊപ്പം തൃഷയുടെ പേരും വൈറലാവുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സംഗീത വിജയ് ബന്ധം നശിപ്പിച്ചത് തൃഷയാണെന്നത് തെറ്റിദ്ധാരണ മാത്രമാണെന്നും നടന്റെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് തൃഷയാണെന്നും ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയായ ചാമുണ്ടി മലൈക്ക പറയുകയാണ്. വിജയുടെയും തൃഷയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നത് സംഗീതയാണെന്നും അവർ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആദ്യം സംഗീതയും വിജയും ആയിരുന്നില്ല, തൃഷയും വിജയും ആയിരുന്നു. അതെല്ലാവർക്കും അറിയാം. സിനിമാ ഫീൽഡിൽ ഉള്ളവർക്ക് വ്യക്തമായി അറിയാം, കൂടെയുള്ളവർക്കും അറിയാം, സമൂഹത്തിനും അറിയാം. തുടക്കം മുതൽ ഇരുവരും പ്രണയ ജോഡികളാണ്. ഇവർ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. പക്ഷെ ആ പ്രണയം വീട്ടിൽ അംഗീകരിച്ചില്ല. അതിനാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതിനിടയിലാണ് സംഗീത ഇരുവർക്കും ഇടയിലേക്ക് വരുന്നതും വിജയെ വിവാഹം ചെയ്യുന്നതും. സംഗീത വിജയുടെ വലിയ ഫാനായിരുന്നു. അതിനുശേഷം വിജയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റ് വരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഹോട്ടലിൽ ആയിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ചെവിയിലെത്തും. നിർബന്ധം മൂലം നടന്ന വിവാഹമാണ്. സംഗീത വിജയ് വിവാഹത്തിന് മുൻപ് ECRൽ വലിയൊരു പ്രശ്നം നടന്നിരുന്നു. തൃഷയാണ് ആ പ്രശ്നം സൃഷ്ടിച്ചത്. എല്ലാവരും അറിഞ്ഞ വിഷയമാണത്. പക്ഷെ പിന്നീട് അത് എല്ലാവരും ചേർന്ന് മൂടിവെച്ചു. അന്ന് മോഡലിംഗിൽ ഞങ്ങളെല്ലാം സജീവമായിരുന്നു. ഫേമസ് ആയ നിരവധി ഫാഷൻ ഡിസൈനർ അന്ന് തൃഷയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമ്യ കൃഷ്ണനെ കുറിച്ച് ആളുകൾ മോശമായി സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം അവരെ. വളരെ നല്ല വ്യക്തിയാണ്. ഈഗോ എന്ന വാക്കുപോലും എന്താണെന്ന് തൃഷയ്ക്കോ രമ്യ കൃഷ്ണനോ അറിയില്ല. രമ്യ കൃഷ്ണനുമായി അടുത്തിടപഴകിയിട്ടുള്ള ആളാണ് ഞാൻ. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും തൃഷ ചെയ്തു തരും. ഇല്ലെന്ന് ഒരിക്കലും പറയില്ല എന്നാണ് മലൈക്ക പറഞ്ഞത്. അതേസമയം മലൈക്കയുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കരുത് എന്നാണ് കമന്റുകൾ. കാരണം വിജയുടെയും സംഗീതയുടെയും വിവാഹം നടക്കുമ്പോൾ തൃഷ സിനിമാ ഫീൽഡിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ വിജയെ പരിചയപ്പെടും, പ്രണയത്തിലാകുമെന്നാണ് ഏറെയും പേർ കമന്റിലൂടെ ചോദിക്കുന്നത്. വിജയ് വിവാഹിതനാകുമ്പോൾ തൃഷയ്ക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും ചിലർ മലൈക്കയെ പരിഹസിച്ചും കുറിച്ചു. വിജയ് സംഗീത വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലാണ്. മക്കൾ 2 പേരും സംഗീതയ്ക്കൊപ്പമാണ് താമസം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.